വചനത്തെ സ്നേഹിക്കുന്നവർ വചനത്തിൻ്റെ ഇമ്പാക്റ്റിനെ സ്നേഹിക്കും. കാര്യം വചനത്തിന് മാത്രമേ ക്രിയ ചെയ്യാനൊക്കത്തുള്ളൂ. only word of അതിനെപ്പറ്റി മാക്സ് വെബർ റൂഡി, ദ ഫേമസ് തിയോളജിയൻ ഹെർബൽ, അദ്ദേഹം പറയുന്നത് when we read all the books in the Bible, the book becomes the object and the person who reads that he becomes the subject. Can you follow me? Max Weber Rudy quotation, famous quotation. But there is only one book in the Bible. When you read the book that reads me. Bible is the only, where is the quotation? Bible is the only book that reads the reader. മലയാളത്തിൽ വായിക്കുന്നവനെ വായിക്കുന്ന പുസ്തകത്തിന്റെ പേര് അവനെ എന്തുവാ? ഇപ്പൊ ഷേക്സ്പിയറിന്റെ എന്താണ്? ഷേക്സ്പിയറിന്റെ ടെമ്പസ്റ്റ് എടുത്തോ, ഒതല്ലോ എടുത്തോ, ടോൾസ്റ്റോയുടെ അന്നാ കാരനീന, ഏതെങ്കിലും കൈറ്റ് ആൻഡ് ക്രോ, ഏത് ഭാഷ എടുത്താലും നമുക്കൊരു ടെസ്റ്റ് ഒന്നിൽ കൂടുതൽ വായിക്കാനാവും. വി ഗെറ്റ് ബോർഡ്. ന്യൂസ് പേപ്പർ വായിക്കും. ക്യാൻ യു റീഡ് ന്യൂസ് പേപ്പർ ദ സെയിം ന്യൂസ് ഫോർ 3 times? ക്യാൻ യു? പിന്നെ ടെക്സ്റ്റ് ബുക്ക് വി ആർ ഹെൽപ്ലെസ്. ദാറ്റ് ഇസ് വൈ വി റീഡ്. കെമിസ്ട്രി ഫിസിക്സ് പഠിച്ചേ പറ്റും. അതേസമയം വി ഡോണ്ട് ഹാവ് റെഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത, when you read the scripture that is being read, that reads you. അതാണ് വ്യസനത്തിലുള്ള മാർഗം എന്നോട് നോക്കി. ഞാൻ എൻ്റെ ടെസ്റ്റ് വായിക്കുമ്പോൾ ടിയേവേഴ്സിന്റെ ജീവിതത്തിലെ വ്യസനത്തിലെ മാർഗം ദൈവം കാണിച്ചു. There is a uniqueness, the sovereignty of the scripture. നമുക്ക് വചന പ്രസംഗത്തെ പറ്റി പറയുന്നത് എൻ്റെ സബ്ജക്റ്റ് തന്നെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന മെയിൻ സബ്ജക്ട്സ് പ്രസംഗശാസ്ത്രവും വ്യാഖ്യാന ശാസ്ത്രവും. ആ സബ്ജക്റ്റ് പഠിക്കാൻ രണ്ട് പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. വചന പ്രസംഗത്തെ പറ്റി പറയുന്ന വചന പ്രസവം എന്നാണ്. The pronouncement of word is known as the delivery of the word. Not deliverance, delivery. ഒരു പ്രസവത്തിൽ എന്തോ സംഭവിക്കുന്നത്? A new baby is born. A new birth happens in the process of labor pain, after the labor pain. The same is expected to happen when the word is expounded. ഒരു സഹോദരി പ്രസവത്തിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന പോലെ ദൈവത്തിന്റെ വചനത്തിന്റെ കീഴിൽ ചില ജീവിതങ്ങൾ ഉണ്ടാവുകയാണ്. ക്രിസ്തുവിൽ ചില പുതിയ ന്യൂ ബർത്ത് ആർ ഹാപ്പനിങ്. മെനി പീപ്പിൾ ആർ ബോൺ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. മെനി പീപ്പിൾ ആർ ബോൺ ഇൻ ദ സ്പിരിച്വൽ അഫെയർ. ഇവിടെ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം, ചില ജീവിതങ്ങൾ ക്രിസ്തുവിൽ പുനർജനിക്കുന്ന, വചനത്തിന്റെ ശക്തിയിൽ പുനർജനിക്കുന്ന എ ന്യൂ ജനറേറ്റിംഗ് എക്സ്പീരിയൻസ്, റീജനറേഷൻ എക്സ്പീരിയൻസ് ഒക്കെയാണ് പറയുന്നത്. So we are going to have the regeneration experience of the word of God. So can you listen to it? We had been talking on the subject, the post-resurrection. Continuity ചെയ്ത് പോകും. 2 കൊച്ചു പോയിന്റ്സ് പറയാം. നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. What is the topic for us today? The post-resurrection appearance. Jesus' ministry can be divided in 2 phases. ഓർമ്മ പറഞ്ഞല്ലേ? നിങ്ങളല്ലേ സംസാരിച്ചില്ലേ? മനസ്സിലല്ല ഇവിടെ. ഒന്ന് പ്രീ ക്രൂസിഫിക്ഷൻ മിനിസ്ട്രി, PCM, മറ്റേത് പോസ്റ്റ് റിസറക്ഷൻ മിനിസ്ട്രി, PR. I pointed out 2 major differences. What is the first difference? In the PCM ministry, people had been following Jesus. Jesus was never isolated. He was always surrounded by the people. In the post-resurrection ministry, Jesus is persuading the people. How many post-resurrection appearances totally? 11 post-resurrection. I told you I am going to hand over 5 keys. ഓർമ്മയുണ്ടെന്നല്ലേ? എത്ര കീ കൈമാറി? ഒരു താക്കോൽ മാത്രം കൈമാറി. ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ താക്കോൽ? The most unexpected time he makes his appearance. ശ്രദ്ധിക്കുക, ഇന്നലെ വരാത്ത ഇത്രയും നമ്മൾ ഇന്നലെ പറഞ്ഞു. പിന്നെ ആത്മാവിന്റെ നിയോഗം പോലെ ശുശ്രൂഷ പോകാൻ ഇന്ന്. പക്ഷെ നമ്മൾ ഈ നിയോഗം, ഈ ടെസ്റ്റിന്റെ എക്സ്പോസ് കാര്യം ഇനി വേറെ സമയത്ത് ഈ ടെസ്റ്റ് പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. ദിസ് ടെസ്റ്റ് ഈസ് എ കാർഡിനൽ ടെസ്റ്റ് ഫോർ ദ ഇയർ 2026. Can you follow മലയാളം? കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ടോ? The word that is expounded is going to be the cardinal exposition for 2026. വിശ്വസിക്കണം. ആര് വചനം പ്രസംഗിച്ചാലും ആര് വചനം കേട്ടാലും ഒരൊറ്റ ആചാരം വരുന്നത് സാമുവൽസ് ആറ്റിറ്റ്യൂഡ്. ഇതിനെ പറഞ്ഞു തോന്നുന്നു മലയാളത്തിൽ ശമൂവേലിന്റെ മനോഭാവം. Boy Samuel, he was only 7 years when he was placed in the temple of Shiloh. 6ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴാണ് ശമൂവേലിനെ ആലയത്തിൽ കൊണ്ടുവിടുന്നത്. So he said to God, Lord, speak unto me, I am prepared to listen. വചനത്തിന്റെ പ്രത്യേകത, വചനത്തെ ശ്രദ്ധിക്കുന്നവരോട് മാത്രമേ വചനം സംസാരിക്കുന്നു. Those who are prepared to respond to the scripture will be responding to them.
എക്സാമ്പിളേ പറയാം, ഒരു നല്ലത് എന്നാലും പറഞ്ഞോ. വിതയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ വിടില്ലല്ലോ. There are 49 parables said by Jesus. Only 49. That means recorded parables. Out of the 49 parables that are recorded in the scripture, the simplest parable is parable of the sower. ഓർമ്മയുണ്ടല്ലോ, വിതയ്ക്കുന്നതിന് മുമ്പെയാണ് പറഞ്ഞു. How many sowers are in the text? Only one sower. What is his name? We do not know the name. How many seeds are sown? എത്ര വിത്ത വിതയ്ക്കപ്പെടുന്നത്? How many spaces are there? 4 spaces. പറഞ്ഞു ഏതൊക്കെ? ഒന്ന് on the rock. പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞു സമയത്ത് ടെസ്റ്റ് എടുക്കാറുണ്ട്. 1 മണിക്കൂറുള്ള കഷ്ടിച്ച്. 2 between the thorns. 3 on the wayside. The 4th ground is prepared. പാറപ്പുറം പറഞ്ഞു ഇല്ല, മുള്ളിനിടയിൽ വഴിയരികിൽ ഒരുക്കപ്പെട്ടത്. ശ്രദ്ധിച്ച് കേൾക്കണം, പ്രധാനപ്പെട്ട വിഷയമാണ്, എല്ലാം പ്രധാനപ്പെട്ടതാണ്. So when you analyze the text, seed is same, sower is same, the time of sowing is same. ഒരേ സമയത്താണ് വിതയ്ക്കുന്നത്. It is a matter of maybe 15 minutes. നമ്മൾ ഇപ്പൊ കാർഡിഫ്, പിന്നെ പറഞ്ഞു ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, വേറൊന്നും പറഞ്ഞ സ്ഥലം കിൽസിൽ. നിങ്ങൾ 4 സ്ഥലങ്ങളെ പറ്റിയല്ലേ ഈ പറയുന്നത്. ഞാൻ വിശദമായിട്ട് പഠിച്ച റിസർച്ച് ടോപ്പിക്കായത്, എൻ്റെ ഭവിഷ്യത്തിൻ്റെ ടോപ്പിക്കാണ്. ഈ ടെസ്റ്റ് ഒരേക്കർ വസ്തുവിനും അല്ലെങ്കിൽ 1/2 ഏക്കർ വസ്തുവിനെ പറ്റിയേ പറയാം. When the test speaks about maybe 1/2 an acre of land, maybe 1 acre of land. 1 acre സ്ഥലത്ത് one side will be most probably on the wayside. ഒരു ഏത് നാട്ടിലെ ഏത് സ്ഥലം ഒരു സൈഡ് ഏകദേശം ഒരു സൈഡ് റയർ കേസേ ഉള്ളതല്ല, ഒരു സ്ഥലത്ത് റോഡ് കാണും, ഏതെങ്കിലും ചെറിയ റോഡ് നടപ്പാതകൾ കാണും, പാറപ്പുറം കൽക്കൂട്ടങ്ങൾ കാണും, മുള്ളില്ലാത്ത സ്ഥലമില്ല, തോൺസ്. ഒരു സ്ഥലം ഒരു സ്ഥലം പ്രിപ്പയർഡ് ഗ്രൗണ്ട് ആയി പറഞ്ഞു. ഇനി പറഞ്ഞ പോയിന്റ്സ് പറഞ്ഞു. Ground is same, in that ground is same, the time of sowing is same, the seed is same, and the sower is same. വിതയ്ക്കുന്നവൻ 4 സ്ഥലത്ത് 4 പേരല്ല, 4 സ്ഥലത്ത് 4 with the same seed is sown. Tell me, serious, Sunday school teachers ഒക്കെ ഉണ്ടല്ലോ. Sunday school ഇന്നലെ WNC-ക്കാണ് ചാൻസ്, സഹോദരിമാർക്ക്. ഇന്ന് Sunday school teachers. Tell me, what is the difference in, what is the twist, TWS, what is the twist in the text? എത്ര സ്ഥലത്തെ വിത്ത് വളർന്നു? And what is the name of the ground? The seed that was sown in the prepared ground. ഒരുക്കപ്പെട്ട നിലത്താണ്. അത്ര മനസ്സിലായല്ലോ. പ്രധാനപ്പെട്ട വിഷയം ശ്രദ്ധിക്കണം. The growing of the seed depends upon the reception of the seed. When one ground received the seed, all of the 3 grounds refused the seed. ശ്രദ്ധിക്കണം, റിസപ്ഷൻ വേഴ്സസ് റിജക്ഷൻ. പിന്നെ ദൈവത്തോട് ഞാനാണ് വചനം ശുശ്രൂഷിക്കുന്നത്, ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ 100-ലധികം പേര്, അല്ലെ, ഐ എം റിയലി എക്സൈറ്റഡ് ടു സീ. അത് ഞാൻ അലങ്കാരിയായിട്ടോ അല്ല, ഇത്രയും പേരെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷമാണ്. ഏകദേശം ഒരു 100 പേര് കാണുമായിരിക്കും, അല്ലെങ്കിൽ 90, അറ്റ്ലീസ്റ്റ് 90 people are receiving the word of God, the process of being അല്ലെ disseminated. പക്ഷേ 4 വിതയ്ക്കപ്പെടുന്ന അതേ ആത്മാവിൽ വചനം ചെയ്ത് അവരുടെ ജീവിതത്തിൽ മാത്രമേ ഫലം കായ്ക്കൽ നടക്കത്തുള്ളൂ. അത് 30-ആയിട്ട് പറമോനെ 60-ആയിട്ട് 100-ആയിട്ടൊക്കെ കായ്ക്കണമെങ്കിൽ റിസപ്ഷൻ മേക്സ് ദ ഡിഫറൻസ്. നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കാര്യം ശ്രദ്ധിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാനിങ്ങനെ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്തു. ഞങ്ങളെല്ലാം ഒബ്സർവേഴ്സാണ് വരുന്നത്, സ്പീക്കേഴ്സ്, ഓരോ ചർച്ചയിൽ ഒബ്സർവ്. കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളുടെ ദേവദാസന്റെ വചനങ്ങൾ നിങ്ങളെ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞായിരുന്നു, ഞങ്ങളുടെ ദേവദാസന്റെ അധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പകർന്ന വചനത്തിനായി ഞാൻ വളരെ കുറച്ച് ചർച്ചകൾ അങ്ങനെ കേൾക്കാറുണ്ട്. That means you value the word that is spoken. You really value the uttered, the spoken word. നിങ്ങൾ 2-3 പേര് പ്രാർത്ഥിച്ചു, പേര് ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളുടെ ദേവദാസന്റെ അധനങ്ങളിൽ നിന്ന് പൊഴിഞ്ഞ വചനങ്ങൾക്കായി സ്തോത്രം. Word is very important, word is very significant, word is decisive. That means the word is going to define our life. The word is going to have a decisive choice on your life. Amen. ഒരു സത്യം, ഇന്ന് പകൽക്കാലം കർത്താവേ, ഇന്ന് വിതയ്ക്കപ്പെടുന്ന വചനം അത് സ്വീകരിക്കപ്പെടുവാൻ, സ്വീകരിക്കപ്പെടുന്ന വചനം അത് ഫലം കായ്ക്കുവാൻ, അത് 30 പറഞ്ഞു 60 100 മേലെയായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കണം. Otherwise the word will not be received. വചനം സ്വീകരിക്കുന്നവരിൽ മാത്രമേ വചനത്തിന്റെ ക്രിയ നടക്കത്തുള്ളൂ. Response is very important. Response to the word of God is very decisive.
Because the word is expounded on a free basis, but the people who are prepared to respond to the word of God, they are going to have a lasting impact on the scripture. അങ്ങനെ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മൾ വചനം ശുശ്രൂഷിക്കാൻ തുടങ്ങുകയാണ്. ഇന്ന് പ്രസ്താവിക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ ശക്തമായ മാറ്റം. മൂന്നാല് വിഷയം ഞാൻ പറയാം. വചനം കേൾവേ. ഒന്ന്, കുറിക്കുന്ന നോട്ട്ബുക്കില്ലല്ലേ? കുഴപ്പമില്ല. മറി എന്ത് ചെയ്തു? എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മേരി അബ്സോർഡ് അങ്ങനെ വാക്യമുണ്ട്. വാക്യത്തിനൊക്കെ റെഫറൻസ് നമ്മുടെ ജർമ്മനി ചോദിച്ചു. ഹീസ് കംപ്ലീറ്റിംഗ് ദ റീഡിങ്. 6ാം ക്ലാസ്സിലല്ല, 3 times he read the Bible. I couldn't believe the focus Bible. എന്നെ സ്റ്റഡി വേർഡ് വായിക്കും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടേ കാണും. ഒരു 6ാം ക്ലാസ് ഹീസ് ഫോളോയിങ്. എന്നെ വളരെ ശ്രദ്ധിക്കണം. 40 pounds ആണ്. വളരെ വേർഡ് ടു വേർഡ് സ്റ്റഡി ബൈബിളാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. 30 രാജ്യങ്ങൾ 1000 പേരെ കണ്ടു. പക്ഷെങ്കിൽ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഐ കം അക്രോസ് എ ബോയ് ഹു റീഡ്സ് ദ ഹോൾ ബൈബിൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ഞങ്ങളുടെ സമയം അത് സ്റ്റഡി ബൈബിളാ. ചടങ്ങ് ബൈബിളല്ല മോനെ, ഗുഡ് ന്യൂസ് ബൈബിളല്ല. അല്ലെങ്കിൽ സ്റ്റഡി ബൈബിൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒഫീഷ്യൽ ബൈബിളാണ്, ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ. നിങ്ങൾക്ക് വായിച്ചു അതിൻ്റെ ബുക്കുണ്ട്. അല്പം കോസ്റ്റ്ലി ബൈബിളാണ്, സോണ്ടർമാൻ്റെ പബ്ലിക്കേഷൻ. Every scriptural exposition, I am challenging all the youngsters of the parish. Papa, I need a Sondervan NIV study Bible. Focus. Focus it. Quest QST. അതേപോലെ ഞാൻ ഈ ബൈബിൾ തന്നെ കാണും. ഈ ക്വസ്റ്റ് വേർഷൻ ഞാൻ ആദ്യമായിട്ട് കാണും. ലേറ്റസ്റ്റ് ആണ് പോകും. വചനത്തോടുള്ള പ്രതിബദ്ധത നമുക്കുണ്ടാകും. മൂന്നാല് പോയിന്റ്സ്. ഒന്ന്, ഇതുവരെ കേൾക്കാത്ത റേഞ്ചിൽ വചനം കേൾക്കണം. പ്രാർത്ഥന വിഷയം. Lord, give me the privilege to listen to the word as if it was not heard. വചനം കേട്ടു എല്ലാ ആഴ്ചയും കേൾക്കുന്ന. ഇതുവരെ കേൾക്കാത്ത റേഞ്ചിൽ വചനം കേൾക്കണം. ഇതുവരെ മനസ്സിലാകാത്ത റേഞ്ചിൽ വചനം. Lord, give me the special privilege to understand, to comprehend the word of God in a different way. 3, ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിൽ വചനത്തോട് പ്രതികരിക്കണം. Give me the special privilege to respond to the scripture different from the earlier response. ഇതുവരെ പ്രതികരിക്കാത്ത രീതി. ഈ ഒരു പ്രാർത്ഥനയോടെ നിങ്ങൾ ഇന്നല്ല എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ശുശ്രൂഷകളിലും ഇരിക്കാമെങ്കിൽ that is going to make a difference. മനുഷ്യത്തിൽ പ്രവേശിക്കാം. അത് കർത്തൃമേശയുള്ള ദിവസങ്ങളിൽ മാത്രമല്ല. സഭായോഗം കണ്ടു. നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി ആരാ? പള്ളി സെക്രട്ടറി ആരാ? സെക്രട്ടറി ഇല്ല. സെക്രട്ടറി ഓഫ് പാസ്റ്ററൊക്കെ അടുത്ത ബുധനാഴ്ച ലേഡീസ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ അനൗൺസ്മെന്റ് കേട്ടിട്ടില്ലേ? ഇപ്പൊ സഭായോഗത്തെ പറ്റി ഡെഫിനേഷൻ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. സഭായോഗം എന്ന് പറയുന്നത് കർത്തൃമേശയും ഫാസ്റ്റിംഗ് പറയുന്നത് മാത്രമാണ്. ശ്രദ്ധിക്കണം, പുതിയ ഡെഫിനേഷൻ, ലേറ്റസ്റ്റ് ഡെഫിനേഷനാണ്. സഭയിൽ അനൗൺസ് ചെയ്യപ്പെടുന്ന മുഴുവൻ യോഗങ്ങളും സഭായോഗമാണ്. സഭായോഗം ഇംഗ്ലീഷ് ചർച്ച് മീറ്റിംഗ്. Every single meeting that is announced in the assembly of believers, that is a church meeting. അതാണ് സഭായോഗം. പൗലോസ് പറഞ്ഞു സഭായോഗത്തെ അലക്ഷ്യമായി കരുതരുത്. അത് സഹോദരിമാരുടെ ഭവിഷ്യടി ആയിരിക്കാം, കൊയറിന്റെ പ്രാക്ടീസ് ആയിരിക്കാം, സൺഡേ സ്കൂളിന്റെ അസംബ്ലി ആയിരിക്കാം, അല്ലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ റിട്രീറ്റ് ആയിരിക്കാം. Whatever meeting that is being announced in the church is expected to be found as a serious meeting. എബനേസർ ചർച്ചിന്റെ 2026 കളക്റ്റീവ് ഡിസിഷൻ, ലോർഡ് വി ആർ അന്നത്തെ പ്രശ്നത്തിൽ വരുന്നത്, ലോർഡ് വി വിൽ നോട്ട് മിസ് എനി സിംഗിൾ ഒക്കേഷൻ ദാറ്റ് വിൽ ഗിവ് us a chance for the manifestation of the power of the scripture. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുന്ന ഒരൊറ്റ മീറ്റിംഗ് ഞാൻ മിസ് ചെയ്യത്തില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ വല്ലഭത്വം സോവറിറ്റി വെളിപ്പെടുന്ന ഒരു സിംഗിൾ മീറ്റിംഗ് ഞാൻ മിസ് ചെയ്തില്ല. വ്യത്യാസം പറയാം. 18 വർഷം കൂനിയായ വിമൻ ഹു ഹാസ് എ ഹാൻഡ് ബാഗ് ഫോർ 18 years. അറിയത്തില്ലേ? യഹൂദന്മാരുടെ ഒരു മാസമാണ് കിസ്ലെ, വേറൊരു മാസമാണ് ആബീബ്, അങ്ങനെ പല മാസങ്ങളുണ്ട്. അവിടെ ജനുവരി ഫെബ്രുവരി പോകണം. Just imagine that the month that is referred by Luke or Mark was a Kislev month, the month of Kislev. ഒരു മാസത്തിന്റെ പേരാണ് ഫെബ്രുവരി പോകണം, അല്ലെങ്കിൽ സെപ്റ്റംബർ പോകണം. ആ മാസം 5 യഹൂദന്മാർ. വാട്ട് ഈസ് ദ വർഷിപ്പ് ഡേ ഓഫ് ജൂസ്? സാറ്റർഡേ. നോർമലി 4 സാറ്റർഡേസ് ഉണ്ട്, എക്സെപ്ഷണൽ 5. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐറ്റിനറി നേരത്തെ കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, നേരത്തെ നോട്ടീസ് ചെയ്തതിൽ കാണും. പക്ഷെ അങ്ങനെ അന്നത്തെ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് അന്നില്ലല്ലോ.
There is no transportation facility, there is no communication device. യേശുവിന്റെ കാലത്ത് ഒരൊറ്റ പള്ളിയിൽ വേണ്ട ജെറുസലേം ടെമ്പിൾ. ആ പള്ളിയിൽ 20,000 അച്ഛന്മാരാണ് സുഖം. How many priests? 20,000 priests are engaged in one church. That church is known as Jerusalem. According to Josephus, the Jewish historian, every year for the celebration of 7 festivals, more than 7 lakhs of people used to assemble from different parts of the world. Not from Jerusalem city, outside the city. ഒരു വർഷം 7 ലക്ഷത്തിൽ കുറയാൻ 2000 വർഷമാണ്. Not less than 7 lakhs of people used to gather from different scattered places to celebrate the 7 festivals, especially the festival of Passover, Pentecost and Tabernacle. പെസഹ പെരുന്നാൾ പറഞ്ഞു, കൂടാര പെരുന്നാൾ, പെന്തക്കോസ്ത്, ഈ 3 പെരുന്നാളാണ് കൂടുതലായിട്ട് വരുന്നത്. 7 ലക്ഷം പേരൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന ടെമ്പിളിന്റെ വലുപ്പം. ടെമ്പിൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ ചർച്ചിന് ടെമ്പിൾ എന്നാ പറയുന്നത്, ടെമ്പിൾ അമ്പലം എന്നുള്ളത്. ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജി ചർച്ച് ഈസ് നോൺ ആസ് ടെമ്പിൾ, ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരം. അതാക്കാൻ ഉപയോഗിക്കുന്നത് പൗലോസിന് ഉപയോഗിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, അത്രമാത്രം വലിപ്പമുള്ള ആലയം. ഈ ആലയത്തിലെ ശുശ്രൂഷയെ നമുക്ക് ഗൗരവമായി കാണാൻ സാധിക്കണം. സഭയിൽ അനൗൺസ് ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന സ്ഥലമാണ് ആലയം. ആ ആലയത്തിൽ 18 വർഷം കൂനിയായ സ്ത്രീ ചെന്നു. ക്രിസ്തുമസ് മാസം 1-ാം ശനിയാഴ്ച യേശുവിന്റെ കാലത്ത് ഒരൊറ്റ പള്ളി 354 354 synagogues ഉണ്ട്. Synagogue means the place, the temple where the scripture is taught. അവിടെ ബലിയൊന്നുമല്ല, പ്രാർത്ഥിക്കാം, വചനത്തിന്റെ വ്യാഖ്യാനം. നമ്മുടെ സൺഡേ സ്കൂളിൽ പോകണം, അത് മാത്രമല്ല ആരാധന നടക്കുന്നില്ല. പക്ഷേ 1-ാം ശനിയാഴ്ച ചെന്നപ്പോൾ ജീസസ് വാസ് ആബ്സെന്റ്. യേശു വേറെ ഒരു പള്ളിയിൽ പോയി, 354 അതിനകത്തെ ഒരു പള്ളിയിൽ പോയി. Having decided that Jesus would be there, she came on the second Saturday. അന്ന് യേശു ക്രിസ്തു വേറെ പള്ളി, നോക്കാം ഏതെങ്കിലും പള്ളിയിൽ പോയി, 354 പള്ളിയിൽ. മറ്റേ 3-ാം ശനിയാഴ്ച യേശു, അന്നും യേശു അവിടെ ഇല്ല. On the third Saturday when she came, Jesus was, ബാക്കി എല്ലാവരും ഉണ്ട്, യേശു ഇല്ല. അടുത്ത സാറ്റർഡേ എന്താ ബ്രദറെ? 4-ാം ശനിയാഴ്ച എന്നപ്പോൾ അന്നും യേശു ഇല്ല. ആ മാസം 5 ശനിയാഴ്ചയാണ്. ഞാൻ ശ്രദ്ധിക്കണം, വേറെ റെവലേഷനാണ്. 4 ശനിയാഴ്ചയും യേശു ക്രിസ്തു അവൾ പോയ പള്ളിയിൽ, ജെറുസലേം ടെമ്പിളില്ല. ആ സ്ഥാനത്ത് ടിയവറീസ് ആണല്ലേ എന്ന് പള്ളി പോക്ക് നിർത്തി ചോദിച്ചാൽ മതി. കഷ്ടപ്പെട്ടു കൂനിയാണ്. സെറമോണിയൽ ഇമ്പ്യൂരിറ്റി. ഷീ ഈസ് നോട്ട് എക്സ്പെക്ടഡ് ടു ബി ഫൗണ്ട് ഇൻ ദ ടെമ്പിൾ. കൂനിയാൽ ഇതാണ്, ഷീ ഈസ് നോട്ട് ഏബിൾ ടു സ്ട്രെച്ച് ഹെർസെൽഫ് ഔട്ട്. 18 വർഷമായിട്ട് ഷീ ഹാസന്റ് സീൻ ദ സൺ. കുനിഞ്ഞടക്ക്, നക്ഷത്രം കണ്ടിട്ടില്ല സിസ്റ്ററെ, ചന്ദ്രനെ കണ്ടിട്ടില്ല. ആകെ ഇങ്ങനെ കുനിഞ്ഞടക്കുന്ന തറയിലെ പൊട്ട് സൂചി, ക്ലിപ്പ് കിടക്കുന്നു, ബട്ടൺ മാത്രമേ കണ്ടിട്ടുള്ളൂ. 100 കിടക്കുന്ന കട്ടിലെ കിടക്കുന്ന മേളിൽ റൂഫാണ്. ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം, യു അനലൈസ് ദ ടെക്സ്ച്വൽ അനാലിസിസ്. When she was lying on the bed, what is seen? The roof. That means roof hides the sunlight and the starlight. ഞാൻ വിഷയത്തിന്റെ ഗൗരവം. For the last 18 years she was denied the privilege to see the creation beauty of God. 4 ശനിയാഴ്ച നിരാശയാണ്. Jesus was not there. Having heard that in the presence of Jesus people are getting healed, the demons are exposed. ഇതെല്ലാം കേട്ടിട്ടാണ് വളരെ പ്രതീക്ഷയോടെ കഷ്ടപ്പെട്ട സെറമോണിയൽ ഇമ്പ്യൂരിറ്റിയാ. ജീവിതത്തിൽ ഹെൽത്ത് ബാക്ക് ഉള്ളവർക്ക് ആലയത്തിൽ പോകാൻ അനുവാദം, ന്യായപ്രമാണത്തിന് വിലക്കുണ്ട്. ആരോഗ്യ പ്രശ്നമുണ്ട്, ഇൽ ഹെൽത്ത് ഉണ്ട്, ലോങ് ഡിസ്റ്റൻസ്, 5 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല, വിഷയമല്ലോ. So the point is that on the 5th Saturday, the scripture Luke says she was seen in the temple. Amen. 4 ശനിയാഴ്ചയും യേശു പള്ളിയില്ല എന്ന കാരണത്താൽ സഹോദരിമാർ കേൾക്കണം, 5-ാം ശനിയാഴ്ച അവൾ പള്ളിയിൽ പോകുന്ന മുടക്കിയില്ല. She was not absent, saying that for the last 4 Saturdays I couldn't see, so I will not go to the same church again. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അനുകൂലമല്ല, പ്രതിസന്ധി വളരെയാണ്, പ്രതികൂല പക്ഷേ അതിന്റെയൊക്കെ മധ്യത്തിലും ശ്രദ്ധിക്കണം. She decided to be seen in the sanctuary, the inner courts of the sanctuary on the 5th Saturday. Jesus came. എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? Just imagine if she was absent on the 5th Saturday. അത്ര മണി മനസ്സിലായി, what would have been the result? യേശു വരുമായിരുന്നു, യേശു സ്കെഡ്യൂൾ വന്നുകൊണ്ടിരിക്കുക. യേശു 354 പള്ളി, ഏത് പള്ളിയിലാണ് പോകുന്നത് അവന്റെ അപ്പം പറയും, അതനുസരിച്ചാണ് യേശു വന്നുകൊണ്ടിരിക്കുന്നത്. So Jesus would come to that church on that Saturday.
അത്ര മനസ്സിലായാലും ഈ സഹോദരി അവർക്ക് പേരില്ല, ശലോമിന്ന് പേര് കൊടുത്തു. 1 മണിയാകുമ്പോൾ പേര് പോകും, 1:05 പേര് മാറ്റിക്കോണം. പ്രസംഗത്തിന് വേണ്ടിയാണ് ടെമ്പറൽ. യേശു ക്രിസ്തു വരും പക്ഷെങ്കിൽ the hunchback would not have it here. യേശു ക്രിസ്തു വരും, പ്രസംഗിക്കും. യേശു ക്രിസ്തു പക്ഷെങ്കിൽ ഈ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം ലഭിക്കത്തില്ല. 2025 പൂർവാർത്ഥങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളെ പറ്റി ഒന്നും പറയാൻ നോക്കത്തില്ല. കാരണം യു ആർ ഹിയർ. ഒരു 90% ഇവിടെ ഉണ്ടെന്നാണ് പാസ്റ്റർമാരൊക്കെ പറയുന്നത്. നമ്മൾ ബോധപൂർവം ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിക്ക് ആബ്സെന്റായ, ബോധപൂർവം സമയമുണ്ടായിട്ട് സൗകര്യമുണ്ടായിട്ടും ആബ്സെന്റായ ഒരു വെള്ളിയാഴ്ച ഉണ്ടല്ലോ, ഒരു മന്ത്ലി അന്നായിരുന്നു നിന്നെ പറ്റി, നിന്റെ കുടുംബത്തെ പറ്റി, സമയെ പറ്റിയുള്ള ദൈവത്തിന്റെ അരുളപ്പാടുമായി ദൈവം പ്രവാചകനെ അയച്ചത്. So the church is going to take a confident role. We will not miss any single occasion where the vindication of thy glory is going to be absent. നിന്റെ മഹത്വം വെളിപ്പെടുന്ന ഒരു ശുശ്രൂഷയും, അത് ഉപവാസമാകട്ടെ, കർത്തമേശയാകട്ടെ, കോർപ്പറേറ്റ്, we will not miss Lord. ഒരു തീരുമാനം ആത്മാവിന്റെ നിയോഗം പറഞ്ഞു, തീരുമാനം എടുക്കും. ടെസ്റ്റിലേക്ക് വരാം, സമയമില്ല, ടെസ്റ്റിലേക്ക് വരാം. 5 പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞു. അത് മോസ്റ്റ് അൺഎക്സ്പെക്ടഡ്, അത് വീണ്ടും ആവർത്തിക്കുന്നത്. രണ്ടാമത്തേക്ക് മൂന്നാളെന്ന് പറഞ്ഞേ. ഫസ്റ്റ് അപ്പിയറൻസ് എവിടെ സംഭവിച്ചത്? സംഭവിച്ചെന്ന് ആദ്യം പറഞ്ഞു. Who received the first appearance? Very well. What is the space? അബ്ബായിക്കുള്ളിലായിരുന്നു, ഹോളി പ്ലേസിലായിരുന്നു. Was it a sacred space? Cemetery. Can you define cemetery? Cemetery is a space where every living moments are dead. ജീവന്റെ സ്പന്ദനങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥലമല്ലേ സെമിട്രി? വേറെ സ്ഥലം on the way side, വഴിയരികിൽ, റിവർ, സീ സൈഡ്, സീഷോർ, തിബരിയാസ് പറഞ്ഞേ, റോഡ് സൈഡ്, എമോഷണൽ യെരുശലേമിലെ എമോഷണൽ പബ്ലിക് റോഡ്, അടച്ചിട്ടിരിക്കുന്ന മുറി. ഞാൻ പറയാൻ ശ്രമിച്ചത് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ പ്രത്യക്ഷം സംഭവിച്ച രണ്ടാമത്തെ വെന്യൂസ് പറയുമ്പോൾ എവറി സിംഗിൾ വെന്യൂസ് റിലേറ്റഡ് ടു ദ ടോട്ടലി കോംപ്ലക്സ്, ടോട്ടലി പെർപ്ലക്സ്ഡ്. ഒരു സിറ്റുവേഷൻ നോർമൽ അല്ല, അബ്നോർമലാണ്. ഇന്നലെ പറഞ്ഞു സഹോദരിമാർ ആങ്സൈറ്റിയാണ്. ഹൂ വിൽ റോൾ അവേ ദി സ്റ്റോൺ ഫോർ us? കയ്യിൽ 3 ലക്ഷത്തിലധികം രൂപയുള്ള 45 കിലോ സ്പൈസ് ഉണ്ട്. തോളത്ത് 5 പേരുടെ തോളത്ത് 9 ചാക്ക് കിടപ്പ്, 9 കിലോയുള്ള സഞ്ചിയുണ്ട്. പക്ഷെങ്കിൽ the problem is that the closed cemetery and the closed coffin. അത് വീണ്ടും ആവർത്തിക്കുന്നത്. 2, കടൽ തീരം, ലോകത്തിലെ സകല മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്ന കടൽ തീരം. അവിടെ കാര്യം മീൻ പിടിക്കാൻ പോയി, പത്രോസ് മീൻ പിടിക്കാൻ പോയി. എന്തുകൊണ്ടാണ് പോയത്? ഇന്നലെ വരെ യേശു ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന യേശുവിന്റെ അസാന്നിധ്യം പത്രോസിനെ തിബിരിയാസിലേക്ക് നയിച്ചു. അൺസർട്ടനിറ്റി ഓഫ് ലൈഫ്. പത്രോസിനെ മീൻ പിടുത്താണ്, ചൂണ്ടായി മീൻ കൊത്തുകൊണ്ട് അറിയാൻ പോയതല്ല. ഇറ്റ് ഇസ് നോട്ട് ആൻ എക്സ്പെരിമെന്റൽ സെഷൻ. എന്താണ് ഇന്റേൺഷിപ്പിന് വേണ്ടി പോയതല്ല, അല്ലെ മീൻ പിടുത്തം മറന്നുപോയത് ടെസ്റ്റ് ചെയ്യാൻ പോയതല്ല. അന്ന് മീൻ പിടിച്ചില്ല എങ്കിൽ കുടുംബം, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, മക്കളൊന്നും നമുക്ക് അറിയത്തില്ല. ദ ഹോൾ ഫാമിലി ഈസ് ഗോയിങ് ടു ബി സ്റ്റാർവിംഗ്. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന എല്ലാം എടുക്കുന്ന സമയം യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ കോണ്ടസ്റ്റ്, ദ മോസ്റ്റ് കോംപ്ലക്സ്, സങ്കീർണമായ, സ്ഫോടനാത്മകമായ, സംഘർഷാത്മകമായ മോമെന്റ്സിൽ യേശു പ്രത്യക്ഷപ്പെടും. എന്തുകൊണ്ടാണ് എമോഷണൽ? ഭാര്യയും ഭർത്താവ്, ക്ലെയോഫാ ഭാര്യ, രണ്ടുപേരും ഭാര്യയും ഭർത്താവ് കേട്ടോ. ക്ലെയോഫാ എക്സ്ട്രാ ബിബ്ലിക്കൽ, ന്യൂ ടെസ്റ്റ്മെന്റിലെ എക്സ്ട്രാ ബിബ്ലിക്കൽ സോഴ്സ്. വൺ ഈസ് പേര് പറഞ്ഞു, ഭർത്താവിന്റെ പേര്, പക്ഷെ ഭാര്യയുടെ പേര് മറിയ എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ശ്രദ്ധിക്കണം. എത്ര പ്രത്യക്ഷമുണ്ട്? ഹൗ മെനി അപ്പിയറൻസ് ടോട്ടൽ? 10. അതിനകത്ത് ഒരു പ്രത്യക്ഷത ലഭിച്ച ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനുമാണ്. സ്തോത്രം പറഞ്ഞു. Out of the 11 post resurrection appearance, 1 exclusive appearance was given to husband and wife. ഇന്ന് പകൽക്കാലം വചനം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യക്ഷത as the collective, what was the last time you received the resurrection appearance? ദമ്പതികൾ കപ്പിൾസുള്ള ചോദ്യമാണ്. What was the when you received the appearance of Jesus, the resurrection appearance for the last time? അത് എത്ര വർഷം മുമ്പായിരുന്നു, എത്ര മാസം മുമ്പായിരുന്നു, എത്ര മണിക്കൂർ മുമ്പായിരുന്നു? ശക്തമാക്കുന്ന മണിക്കൂർ. മാസമൊന്നും വേണം. പ്രവാചകന്മാർ they receive the word of God at any moment of life, at every moment of life. രണ്ടാമത്തെ ശ്രദ്ധിക്കണം, the most complex moments.
മൂന്നാമത്തെ കുറിച്ച് പോസ്റ്റ് റെസിഡന്റ് അപ്പിയറൻസിന് വെന്യൂസ് പഠിക്കണം. എല്ലാം സെക്കുലർ വെന്യൂസാണ്. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. When you study all the 11 venues of appearance, every single venue is a secular venue. പറഞ്ഞേ, കടൽത്തീരം സെക്കുലർ ആണോ? പബ്ലിക് റോഡ് സെക്കുലർ ആണോ? ഓസ്ട്രിയ അടച്ചിട്ടിരിക്കുന്ന മുറി സെക്കുലർ ആണോ? ഓപ്പൺ ഗ്രൗണ്ട് സെക്കുലർ ആണോ? എല്ലാം പള്ളിക്കകത്ത്. അതായത് ഒരൊറ്റ പ്രത്യക്ഷത പോലും പള്ളിയുടെ നമ്മുടെ എപ്പിസ്കോപ്പൽ ഭാഷ പറഞ്ഞാൽ, അച്ചമാന ഭാഷ പറഞ്ഞാൽ മദ്ബായ്ക്കുള്ളിലല്ല. പെന്തക്കോസ്ത് ഭാഷ പറഞ്ഞാലേ പള്ളിക്കുള്ളിലെ സ്റ്റേജിന്റെ പുറത്തല്ല പ്രത്യക്ഷപ്പെടും. പറയും ഒന്ന് സെമിത്തേരി. സെമിത്തേരി ഈസ് ദ ടെർമിനൽ എൻഡ് ഓഫ് ലൈഫ്. മനുഷ്യന്റെ പ്രതീക്ഷകളുടെ ശവപ്പറമ്പാണ് സെമിത്തേരി. ജീവിതത്തിന്റെ സ്വപ്നങ്ങളുടെ ശവപ്പറമ്പിൽ. ശ്രദ്ധിക്കണം, the appearance of risen Jesus is going to be made possible at the terminal end of your life. ജീവിതത്തെ പറ്റിയും ഭാവിയെ പറ്റിയും ശുശ്രൂഷയെ പറ്റിയും തലമുറയെ പറ്റിയുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന വ്യക്തിയെ ശ്രദ്ധിക്കുന്നതിൽ today is the golden time that is given to you to have the positive risen appearance of Jesus. That means, according to Johnian theology, the cemetery has the possibility to become the garden of life. Amen. 4 സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായ ടെസ്റ്റ് വായിക്കും. ഒരു സുവിശേഷം അല്ലെ ഹോംവർക്കാണ്. ഹോംവർക്കെല്ലാം ആരോടാണ്? കുഞ്ഞുമോൻ പാസ്റ്റർ വളരെ ബിസിയാണെന്നറിയെങ്കിലും അദ്ദേഹം ഹീസ് പ്രിപ്പയർഡ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. 4 ഒരു സുവിശേഷത്തിൽ മാത്രം പറയുന്നു there was a garden near the cemetery. അതിൽ അവനെ അടക്കിയ കല്ലറയുടെ അടുക്കൽ ഒരു പൂന്തോട്ടമുണ്ട്, ഒരു ഉദ്യാനം. Can you tell me who is the evangelist? Who is the gospel writer? പറഞ്ഞാൽ മതി. ഞാൻ നാളെ ഉച്ച കഴിഞ്ഞ് പോകും. അതിനുശേഷം പറഞ്ഞാൽ മതി. ഞാൻ പാസ്റ്റർ നമ്പർ ഞാൻ വിളിച്ചു ചോദിച്ചു. അവത്ത് റിഡാക്ഷൻ ഇപ്പൊ എഡിറ്റിംഗിനെ പറ്റിയ പ്രശ്നമല്ല. The gospel writer intentionally wrote there was a garden near the cemetery. വ്യാഖ്യാനിക്കട്ടെ. സെമിട്രി എന്ന് പറഞ്ഞ എല്ലാത്തിനെയും അസ്തമന കേന്ദ്രമാണ്. ജീവിതത്തിന്റെ മുഴുവൻ മൂവ്മെന്റ്സും, ഹൃദയത്തിന്റെ മുഴുവൻ സ്പന്ദനവും, ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ സ്വപ്നങ്ങളും അസ്തമിക്കുന്ന അസ്തമന കേന്ദ്രമാണ് സെമിട്രി എങ്കിൽ, garden is the place of blooming hope. സ്തോത്രം. സകല പ്രതീക്ഷകളും മുട്ടുവിടുന്ന സ്തോത്രം. ചെടികളുടെ പുതിയ സാപ്ലിങ്സ് ന്യൂ ബഡിങ് ഫ്ലവേഴ്സ്. ജീവിതത്തിന്റെ തകർച്ചകളുടെ പുതിയ സ്വപ്നങ്ങൾ, പുതിയ ശുശ്രൂഷകൾ. ഇന്ന് പകൽക്കാലം എബനേസർ ചർച്ചോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ സെമിട്രി നീ സങ്കല്പിക്കുന്ന, നിന്റെ ജീവിതത്തിന്റെ ടെർമിനലിൽ നിന്ന് നീ സങ്കല്പിക്കുന്ന വേദികളെ സ്തോത്രം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ഉദയത്തിന്റെ കിരണങ്ങളാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. You start praying, Lord, give me the privilege to experience the power of resurrection that has become the terminal assistance of my life. അതെന്തുമാകട്ടെ, രോഗമാകട്ടെ, ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ആകട്ടെ, എന്റെ പ്രതീക്ഷകളുടെ സ്വപ്നത്തിൽ നിന്നും ഒരു പുതിയ സ്വപ്നത്തെ പണിയാൻ സ്തോത്രം, ഒരു പുതിയ തുടക്കത്തെ കുറിക്കാൻ, ഒരു പുതിയ ശുശ്രൂഷ പരിശുദ്ധാത്മാവെ നിനക്ക് സാധിക്കും. Because God is the God of new beginnings. He is the God of continuation and He is the God of consummation. The God who is revealed in the face, He is the God of new beginnings. അവൻ പുതിയ തുടക്കം. If you are frustrated with the beginnings that you had, if you are totally desperate about all the beginnings or initiatives that you had initiated, today the scripture responds clearly. God can give you a new beginning. Hallelujah. പത്രോസിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു 13 വയസ്സുള്ള പെൺകുട്ടി, I have not known him. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും ശക്തമായ ഫ്രേസാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പെർഫെക്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും ചേരുന്നത് I have not known him. അതിന്റെ അർത്ഥം മലയാളത്തെ അർത്ഥം കൃത്യമായ അർത്ഥം, ഞാൻ അവനെ അറിഞ്ഞിട്ടേ ഇല്ല. കണ്ടിന്യൂഷൻ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുവിനെ ഏറ്റവും കൂടുതൽ അറിഞ്ഞ ശിഷ്യന്റെ പേര് പത്രോസ്. യേശുവിന്റെ ഗുരുകുല വിദ്യാഭ്യാസം, ഗുരുകുല വിദ്യാഭ്യാസം. അവർ സെമസ്റ്റർ ബ്രേക്ക് ഒന്നുമില്ല. യഹൂദന്മാരുടെ 7 പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പ്രവചിക്കും. യേശുവിന് സ്വന്തം സ്ഥലം നസറേത്ത്. അവൻ പിറന്ന സ്ഥലത്തേക്ക് പോകാൻ അനുവാദമില്ല. അമ്മയപ്പനും സഹോദരന്മാരൊക്കെ എവിടെയാണ്?
നസ്രയത്തിലെ വില്ലേജുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മിങ്ങനെ വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്ന് ബാക്കി പറഞ്ഞു. He came to his being, but he was not answered. തിയോളജി പറയുന്നത് ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട വിഷയമാണ്. യേശുവിന്റെ 12 ശിഷ്യന്മാർക്കും പേരൻസ് ഉണ്ട്. പത്രോസിന് മാത്രമേ ഭാര്യയുള്ളൂ. Otherwise all the 11 disciples they were bachelors. അല്ലേ, എലിജിബിൾ ബാച്ചിലേഴ്സ്. അവർക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, സഹോദരിയുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റ് തിയോളജിസ്റ്റ് പറഞ്ഞത് എല്ലാ പെരുന്നാളിന്റെ ഷോർട്ട് ബ്രേക്ക് ആയാലും ഒരു പെരുന്നാളുമായിട്ട് അവരുടെ ഫെസ്റ്റിവൽസ് അല്ലേ, ആർലൻ ഫെസ്റ്റിവൽസ്, എല്ലാ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവധി കിട്ടുമ്പോൾ മുന്നേ 12 അവരുടെ സ്വന്തക്കാരെ അപ്പനെയൊക്കെ കണ്ടിട്ട് മാസങ്ങളായി, ആഴ്ചകളായി. They used to go to their parents and their parental families. But Jesus did not have a space to go. 12 പേരും പോകും. New Testament theology says Jesus always used to go to Peter's house because his wife is there, his wife's mother is പത്രോസിന്റെ അമ്മായിമ്മ ആയിരുന്നു. അമ്മായിമ്മയുടെ പേരൊക്കെ ചില മുഖത്തൊക്കെ നിറം മാറുന്നുണ്ട്. 42 മാസം ദൈർഘ്യമുള്ള ശുശ്രൂഷയിൽ യേശുവിനെ ഫീഡ് ചെയ്ത ഫാമിലിയാണ് പത്രോസിന്റെ ഭാര്യ വീട്. When you read the scripture of the Gospel of Saint Mark, this was propounded in the Gospel in the synagogue of Capernaum. ഇതിന് പോയിട്ടുള്ളവർക്ക് അറിയാം, ആ പള്ളി പത്രോസിന്റെ വീടും കവർന്നൂരിൽ വെറും 200 മീറ്ററേ ഉള്ളൂ പറഞ്ഞത്. കവർന്നൂരിലെ പള്ളിയിൽ യേശു പ്രസംഗിച്ചാൽ വീട്ടിൽ കടലിൽ കിടക്കുന്ന പത്രോസിന്റെ അമ്മായിനെ കേൾക്കാൻ സാധിക്കും. അറിയോട്ടെ, പത്രോസിന്റെ അമ്മായിനെ ദീന ആര് who communicated the message to Jesus that Peter's mother-in-law is sick? പറഞ്ഞ യേശുവിനെ ആരാ പോയി പറഞ്ഞു? പത്രോസ് അല്ലല്ലോ, അല്ല, പത്രോസിന്റെ ഭാര്യ. വായിച്ചു നോക്കിയാൽ മർക്കോസ് വായിച്ചാൽ റെഫറൻസ് എടുക്കാം, ഭാര്യയുമല്ല. The members of the church, ആ പള്ളിയിലെ ചില സഹോദരിമാർ പറഞ്ഞു പത്രോസിന്റെ അമ്മായിമ്മ ഗുരുതര ന്യൂമോണിയ ഫീവർ, വെറും പനിയല്ല, ഗ്രീക്ക് ഭാഷയിൽ ന്യൂമോണിയ ലങ്സിനെ ബാധിക്കുന്ന ഫീവർ, വളരെ ക്രൂഷ്യലാണ്. Having heard that Peter's mother-in-law is seriously sick, the very next moment the scripture says Jesus was found in the room where she was lying down. യേശുവിനെ വരാതിരിക്കാനൊക്കത്തില്ല. കഴിഞ്ഞ 42 മാസം കുളിക്കാൻ ചൂടുവെള്ളം കൊടുത്ത അമ്മയാണ് കിടക്കുന്നത്. കഴിഞ്ഞ 3.5 വർഷം യേശുവിന്റെ മുഴുവൻ വെക്കേഷൻ ടൈമിലെയും യേശുവിനെ ഹോസ്റ്റ് ചെയ്ത അമ്മായിമ്മയാണ് ഇവിടെ കിടക്കുന്നത്. അത് യേശുവിന്റെ കൂടെ അമ്മയുടെ സ്ഥാനത്താണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം സഭയോട് പരിശുദ്ധാത്മ പറയുന്നു, കർത്താവിന് വേണ്ടി നീ ചെയ്യുന്ന ഏറ്റവും ചെറുതും വലുതുമായ every single initiative, every single contribution to the word of God, to the scripture, to the house of God, it is going to be reckoned as a reward for you. The very next moment Jesus was found in the room where she was lying down. യേശുവിന്റെ 42 വർഷത്തെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്ത ഭർത്താവിന്റെ ദാസിയാണ്. തണുപ്പ് രാജ്യ പാലസ് എന്നൊക്കെ അറിയാലോ. ചൂടില്ല, അന്ന് ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, ഹീറ്റർ സംവിധാനമില്ല, വിറക് വെച്ച് ചൂടാക്കണം. സ്തോത്രം. ഭക്ഷണം അതാ സമയത്ത് ചൂടായി കൊടുക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് കോൾഡ്, ഫ്രോസൺ കാലാവസ്ഥയിൽ. The secular venues of life. ഉയർത്തുന്ന യേശു പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? ഫാസ്റ്റായിട്ട് പറഞ്ഞു. Tell me the names who received the resurrection of Jesus. ധൈര്യമായിട്ട് പറഞ്ഞു. ഇനിയും പാസ്റ്റർ മാത്രമേ ഉള്ളൂ, ബാക്കി നമ്മുടെ പേര് ഫാമിലി അല്ലേ. We belong to Ebenezer family അല്ലേ? Ebenezer family members അല്ലേ ഇവിടെ? ശിഷ്യന്മാർ 12 പേര്, ഒരാൾ മാത്രമില്ല. ആരാണ്? യോഹന്നയുണ്ട്, ശലോമിയുണ്ട്, യേശുവിന്റെ അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെ പേര് വിളിക്കുകയാണ്. They are the friends of the cross. അവർ ക്രൂശിന്റെ സ്നേഹിതരാണ്. യേശുവിന്റെ സ്ഥാനം നമ്മൾ ആദ്യം പിലാത്തോസാണ്. നീ എന്നെ ക്രൂശിച്ച ഞാൻ വന്നിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത ഹന്നാസൻ പറമോനെ. മൂന്നാമത്തെ കയ്യഫ, നീ എന്നെ ക്രൂശിക്ക, ഇതാ ഞാൻ വന്നിരിക്കുന്നു. യേശുവിനെ ക്രൂശിക്കാൻ ആർത്താണ് ഒരൊറ്റ വ്യക്തി, ഒരു പട്ടാളക്കാരൻ യേശു പ്രത്യക്ഷപ്പെട്ടില്ല. യേശുവിന്റെ ശരീരത്തിൽ ആണിയടിച്ച തലയിൽ മുൾക്കിടം വെച്ച സെഞ്ചൂറിന് യേശു പ്രത്യക്ഷപ്പെട്ടില്ല. When you analyze the people who received a posthumous appearance, they are known as the friends of the cross. Jesus did not appear to the foes but to the friends. For years. യേശുവിന്റെ പ്രത്യക്ഷ ലഭിക്കുന്ന ക്രൂശിന്റെ ശത്രുക്കൾക്കല്ല, ക്രൂശിന്റെ മിത്രങ്ങൾക്കാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് who wants to remain as the friend of
Do you want to be seen in front of the cross? Or do you want to remain as the front of the cross? ക്രൂശിന്റെ മുമ്പിൽ നിൽക്കുവാൻ യേശുവിന്റെ ക്രൂശിന്റെ സ്നേഹിതനായി. നമ്പർ 5, ഒരു പറഞ്ഞ അഞ്ചാമത്തെ വിഷയം, the people who receive the risen appearance. ഈ പ്രത്യക്ഷ ലഭിച്ചവരുടെയൊക്കെ എല്ലാം അറിയാതെ സഹോദരിമാരും ശിഷ്യന്മാരും drastic transformation. Simple ആണ്. They are never the same. They are not going to be the same. എക്സാമ്പിൾ പറഞ്ഞു, യേശുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. How many times മോളെ? 3 times. What was the sentence? I did not know him. I have not known him. യോഹന്നാൻ ഒഴികെ ബാക്കി പൊരുത്തം കെട്ടി ബാക്കി 10 പേര് ഓടിപ്പോയി. They escaped the presence of the cross. ശരിയാണോ മോനെ? യൂദ ഒഴിച്ച് ബാക്കി 11 പേരും പേടിത്ത് cowards. They became cowards. But having seen the risen appearance of Jesus, the cowards have tend to be the martyrs. പരനെ തള്ളി പറഞ്ഞ പത്രോസ് പറഞ്ഞു, യോഹന്നാൻ 21 വായിച്ചാൽ മതി, Lord, you know that I do love you. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ അറിയുന്നല്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്ര പ്രാവശ്യം നീ തള്ളി പറയുന്നു അത്രയും പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിനെ ഏറ്റുപറയിക്കാൻ ദൈവം വിശ്വസ്തനാണ്. എത്ര അടി പിന്നോട്ട് മാറുന്നു അത്രയും അടി നിന്നെ മുന്നോട്ട് ചലിപ്പിക്കാൻ സ്തോത്രം. എത്രമാത്രം നീ അവിശ്വസിക്കുന്നു അത്രമാത്രം വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. The power of resurrection is having lasting impact. Hallelujah. അഞ്ചാമത്തെ വിഷയം നടക്കരുത്. Having seen the risen appearance, you can never be the same. But what is special about New Testament church? New Testament church theology 33 definitions ചർച്ചയെ പറ്റി സമയം എടുക്കാൻ സമയമില്ല. What definition? New Testament church is a post-resurrection community. We don't worship a Christ who is on the cross. We worship a Christ who emptied the cross. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന സ്ഥലമാണ് സാങ്ച്വറി. ദൈവത്തിന്റെ മിസ്റ്ററീസ് വെളിപ്പെടുന്ന സ്ഥലമാണ് സാങ്ച്വറി. When you bring them, not taking only taking the position. When you carry a diary in your hand with the help of a pen or pencil, that shows that you are a respected faith believer. Hallelujah. Stotram. 2024 ആദ്യം മേടിക്കുന്ന സാധനത്തിന് പേര് വേറെ ഉണ്ട്. എന്നാലും നാളെ വേറെ വലിയ ടെക്സ്റ്റ് എടുക്കും. ഒരു ഡയറക്റ്റ് എൻകൗണ്ടറാ കർത്താവിനെ വെച്ചാൽ അതാണ് നിയമം കിട്ടി. ഒരു ജനതയുടെ 400 വർഷത്തെ ചരിത്രം മാറ്റി ഒരൊറ്റ എൻകൗണ്ടർ. One encounter can reverse the destiny of a community who had been captivated for half of them. ഒറ്റ എൻകൗണ്ടർ മതി. ശ്രദ്ധിക്കണം, ഈ വർഷം അവസാനത്തോട് വിട പറയുന്നതിനുമായി പരിശുദ്ധാത്മാവിന്റെ ഒരു എൻകൗണ്ടർ മതി. Saul's initial encounter at the Damascus gate has traversed the history of Christendom. 315 കിലോമീറ്റർ കുതിരപ്പുറത്ത് സഞ്ചരിച്ച് ജെറുസലേമിന്റെ ഡമാസ്കസ് 315 കിലോമീറ്റർ. ഒരു കുതിര മാക്സിമം സഞ്ചരിച്ചത് 50 കിലോമീറ്ററേ ഉള്ളൂ. അത്ര തന്നെ കഷ്ടിച്ച. That means he traveled on the horseback for 6 days. 6 × 300 + 15 ഏഴാമത്തെ ദിവസമാണ് പൗലോസ് വരുന്നത്. പൗലോസ് ശൗല് വരും. രണ്ടും ഒന്ന് തന്നെയാണ്, 2 പേരെന്നേ ഉള്ളൂ. കുതിരപ്പുറത്തായിരുന്നു സംഭവം. അപ്പോസ്തലപ്രവൃത്തി 9 വായിച്ചാൽ മതി. കുതിരപ്പുറത്ത് തള്ളി തറയിലിട്ടു. The one who had having 20/20 vision, he became blind for how many days? 3 days, 4 days, 5 days. MCQ പറഞ്ഞു 3 days. പറഞ്ഞു ശ്രദ്ധിക്കണം. ഒറ്റ എൻകൗണ്ടർ സുവിശേഷത്തിന്റെ ചരിത്രം മാറ്റി, സഭയുടെ ഡെസ്റ്റിനേഷൻ മാറി. ഇതിന് ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഈ ദിവസങ്ങൾ 2025 വിട പറയുമ്പോഴുള്ള മുഴുവൻ മുഴുവൻ gatherings that has the potential to traverse your history, that has the innate potential to change the possibility. ഈ സഭയുടെ ചരിത്രം മാത്രമല്ല, ഈ സഭയിൽ നമുക്കുള്ള ഈ കുഞ്ഞുങ്ങളുടെ ചരിത്രത്തെ മാറ്റാൻ ഒരു എൻകൗണ്ടർ മതിയുണ്ട്. Praise Jesus. The lady who was known by the name Lydia,
She was a purple merchant. ധൂമർ വസ്ത്രം. എന്ത് മലയാളത്തിൽ രക്താംബരം അല്ലേ? The രക്താംബരം can be afforded by only lords and millionaires. പ്രമുഖന്മാർക്കും രാജാക്കന്മാർക്കും ഉന്നതന്മാർക്കും മാത്രമേ അത്ര കോസ്റ്റ്ലിയാ ഒരു ഔൺസ് സ്പേസ് പോലും. She was a rich lady because she was having a rich business, enriching business. പോയിന്റ് ശ്രദ്ധിക്കുക, സഹോദരിമാർക്ക് വേണ്ടി ചാൻസ്. നല്ല തിരക്കാ, ഇഷ്ടംപോലെ പ്രമുഖമാണ്. Despite the hectic schedule of business, she observed a spiritual schedule. She gathered all the women in association with, and they were gathered near the river bank. അറിയില്ലേ? സഭയ്ക്കുള്ള ദൂത നല്ല ബിസിനസ്സാണ്, നല്ല തിരക്ക്. പക്ഷേ അതിന്റെ മധ്യത്തിലും പുഴവക്കത്ത് വരാനും സ്തോത്രം പരിചയമുള്ള സഹോദരിമാരെ വിളിച്ചൊരു കൂട്ടായ്മ നടത്താനും ലിബിയയ്ക്ക് മനസ്സായപ്പോൾ ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ച്, പൗലോസിനെ wherever he goes and whenever he goes, first priority not to see the landscape. ഈ സിറ്റിയിലെ മുഴുവൻ ലാൻഡ്സ്കേപ്പ് കാണാനല്ല. വീടിന് പുറത്തിറങ്ങിയാൽ പൗലോസ് ഏതൊക്കെ സ്ഥലത്തോ അവിടെ ദൈവത്തെ ആരാധിക്കുന്ന 354 സിനഗോഗ് പോലെ ഏതൊരു സിനഗോഗ് ഉണ്ടോ എന്ന് അന്വേഷിക്കും. 2 പോയിന്റ്സ് ഒന്നിച്ച് അമാഗമേറ്റ് ചെയ്യാം. 2 സഭയ്ക്കുള്ളതാണ്. പൗലോസിന്റെ പതിവ് വീട്ടിന്റെ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഹീസ് ഇൻ സെർച്ച് ഓഫ് എ പ്ലേസ് വേർ ഗോഡ് ക്യാൻ ബി വർഷിപ്പ്. അങ്ങനെ ഫിലിപ്പിയ, he landed in the land of the island of Philippia. വായിച്ചു നോക്കിയാൽ മതി. ഫിലിപ്പിയ the next moment he get out of the house. അങ്ങനെ പള്ളി ഉണ്ടോന്ന് തേടി പോയപ്പോൾ എന്ത് കണ്ടു? ഒരു പുഴവക്കത്ത് 3-4 സ്ത്രീകളിൽ നിന്ന് വചനം പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു അഭിഷക്തന്റെ സ്കെഡ്യൂള്, ഒരു അഭിഷക്തയുടെ രണ്ടുപേരും തിരക്കാ. വസ്ത്രവിൽപ്പന കാര്യം തിരക്കാണ്, പൗലോസ് അതിനെക്കൊണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിലും ശ്രദ്ധിക്കണം, സഭയോട് പരിശുദ്ധ റിസർവ്ഡ് സ്പേസ് ഫോർ ഗോഡ്. നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമില്ല എന്ന് പറഞ്ഞ് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. ബിബ്ലിക്കൽ തിയോളജി 10ാം ക്ലാസ്സിൽ 4 പ്രാവശ്യം തോറ്റ നല്ല മണ്ടൻ. In biblical understanding, the person who denies the space for God is classified as a fool. And who is a wise person? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. The person, the woman or man who reserves a space of God in theology is not as a wise man. പിന്നെ ശ്രദ്ധിക്കണം, ഞാൻ എത്ര രാജ്യത്താ പോകുന്നത്, ഈ ജർമ്മനിയുടെ പേര് എനിക്ക് മറക്കാതെ. 12 വയസ്സാണ് 4ാമത്തെ റൗണ്ട് വേദോത്സവം തുടങ്ങിയെന്ന് പറയുന്നു. അത്ര ഈസിയായ കാര്യം. ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അല്പം സമയം വേർതിരിക്കാം. I really deeply appreciate your presence over here. കേരളത്തിലെ പള്ളികളൊക്കെ ശൂന്യമാകുമ്പോൾ സ്തോത്രം. ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രശ്നമുണ്ട്. ആ ഒരു വീക്കെൻഡ് ആകട്ടെ എനിക്കറിയാം. ഡ്യൂട്ടി ഷിഫ്റ്റ്, പർച്ചേസ് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, കുഞ്ഞുങ്ങളുടെ എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാ, ചൈൽഡ്, ഇതെല്ലാം. Despite all the hectic schedule, the members of Eminence, I appreciate your commitment and I praise God for your valuable commitment in the scripture exposition. ഞങ്ങൾ ഗസ്റ്റ് സ്പീക്കേഴ്സ് മാത്രമായിരുന്നു. നിങ്ങൾക്ക് എന്ത് എല്ലാ ശനിയാഴ്ച when we participate, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? പൗലോസിന്റെ ജീവിതശൈലി, ലുദിയയുടെ ജീവിതം രണ്ടും കൂടെ കൂട്ടിമുട്ടിയപ്പോൾ that has become the outlet for the evangelization of a new continent. The Europe continent. അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്. യൂറോപ്പ് എന്ന് പറയുന്ന ഭൂമിയുടെ സുവിശേഷത്തിന്റെ വാതിൽ തുറന്നത്. ഒരു സഹോദരനെ കമ്മിറ്റ്മെന്റ് ഒന്നിച്ചു ചേരുമ്പോൾ, ഇന്ന് പകൽക്കാലം എബനേസറോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, യു ആർ ലിവിംഗ് ഇൻ ഡിഫറെന്റ് കൗണ്ടീസ്, ഡിഫറെന്റ് ലെവൽസ്, പക്ഷെങ്കിൽ ഒന്നിച്ചു ചേരുമ്പോൾ that becomes a great opening for the expansion of His kingdom. സ്തോത്രം. നിങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ഉപവാസം, ഒരുമിച്ചുള്ള gathering, that is a potential opening for the extension of His kingdom. I am free now. I have hand over all the fighting. One by one. At the most unexpected moments, he will. At the most crucial moments, the complex, purpose one. I said not the sacred place, the venues are secular space. Number 4, appearance for the friends, not to the force. അഞ്ചാമത്തെ പറഞ്ഞേ ട്രസ്റ്റ്. ശ്രദ്ധിക്കുന്നുണ്ടോ? വായിച്ചു.
എന്നാൽ യേശു വന്നപ്പോൾ ഓരോ ഫ്രേസും എന്നാൽ യേശു വന്നു വായിച്ചു. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ഓരോ ഫ്രേസ് വായിക്കാം. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കണം. ഇംഗ്ലീഷ് വായിച്ചേ. ബട്ട് വെൻ ജീസസ് കേം. വായിച്ചു. ഡിഫറെന്റ് ട്രാൻസ്ലേഷൻ ഡിഫറെന്റ്. Now Thomas or Didymus, one of the 12, was not with the other disciples. വേറെ ഒഫീഷ്യൽ ട്രാൻസ്ലേഷൻ ബട്ട് വെൻ ജീസസ് കേം. മലയാളം കറക്റ്റ്. എന്നാൽ യേശു വന്നപ്പോൾ. ബാക്കി വായിച്ചേ സിസ്റ്ററെ. എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. ആരാണ് ഈ അവര്? ശിഷ്യന്മാർ. എത്ര പേരകത്തുണ്ട്? 10. ആര്? ഹു വാസ് എക്സ്ക്ലൂഡഡ്? യൂദാ പോയി. തോമസ് വാസ് നോട്ട്. 11 അപ്പിയറൻസിനെ പറ്റി പറയുന്നത്. യേശു വന്നപ്പോൾ തോമസ് വാസ് നോട്ട്. തോമസിലേക്ക് 5-6 പോയിന്റ്സ് പറയപ്പെട്ടു. ഫോക്കസിംഗ് ഓൺ തോമസ്. നമ്മുടെയൊക്കെ സഭ സെന്റ് തോമസ് ചർച്ചല്ലേ, തോമസ് ട്രഡീഷൻ നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ സുവിശേഷം വന്ന ആളുടെ പേരെന്താണ്? സോ വി ബിലോങ് ടു സെന്റ് തോമസ് ട്രഡീഷൻ. അതുകൊണ്ടാണ് ആ ടെസ്റ്റ് എടുത്തത്. ഒന്നാമത്തെ വിഷയം ബട്ട് വെൻ ജീസസ് കേം. മോനെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട മുറിയിൽ 10 പേരുണ്ട്. ഇപ്പൊ ഒരാളുണ്ട്. 24 തോമസ് ഉണ്ട്. 10+15. ഒരു സിമ്പിൾ ചോദ്യം. ഈ 11 out of the 11 people who are gathered, how many disciples believed that Jesus would come again? കൊച്ചു ചോദ്യം. 11 പേരില്ലേ? Out of the 11 who are gathered, how many of the 11 believe that they are going to see the risen Jesus? 11 ടെസ്റ്റ് എടുക്കാൻ സമയമില്ല. പോസ്റ്റ് റെസറക്ഷന്റെ 11 അപ്പിയറൻസിലും not even a single believer, single disciple believe that they are going to have the appearance of Jesus for a second time. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, 11 പേരുടെയും കോൺസെപ്റ്റിൽ the physical body of Jesus is remaining in the coffin and the coffin is remaining in the tomb built by Arimathea Joseph. മനസ്സിലാവുന്നു? മുഴുവൻ ശിഷ്യന്മാരുടെ ചിന്തയിൽ യേശുവിന്റെ ശരീരം 72 യഹൂദന്മാരുടെ കോൺസെപ്റ്റിൽ when the time limit of 72 hours is over, the body is going to start decomposition. മാംഗനീസ് ആയിട്ടും ഫോസ്ഫറസ് ആയിട്ടും കൊബാൾട്ട് ആയിട്ടും ലെഡ് ആയിട്ടും അല്ലേ പല പല കെമിക്കൽ കമ്പൗണ്ട്സ് ആയിട്ട് വിഘടിക്കപ്പെടും. ശ്രദ്ധിക്കണം. ഈ ശിഷ്യന്മാരുടെ ചിന്തയിൽ the time has come that his body has to be decomposed, degraded. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ടഫ് സബ്ജക്റ്റ് ആയത്. ഒത്തിരി സമയമില്ലാത്തതാണ് പെട്ടെന്ന് പോകും. ശരീരം കെമിക്കൽ കമ്പോണൻസ് ആയിട്ട് വിഘടിക്കപ്പെടാനായിട്ട് കെമിസ്ട്രി ഓഫ് ലൈഫ് നൽകുന്ന സമയത്തിന്റെ മധ്യത്തിൽ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ഡീകമ്പോസ്, ശ്രദ്ധിക്കുക, ഡീകമ്പോസ് ചെയ്യേണ്ട ശരീരം ഒന്നായി മാറി. Now the positive energy for resurrection happens. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ പ്രതീക്ഷകൾ ഡീകമ്പോസ് ചെയ്യേണ്ട സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ ക്രിസ്തുവിന്റെ പിതാവിന്റെ സാന്നിധ്യം. 2025 സ്വപ്നങ്ങൾ ഡീകമ്പോസ് ചെയ്തെങ്കിൽ 2025 ജീവിതവുമായി ബന്ധപ്പെട്ട സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലത്ത് ഉപവാസത്തെ ശ്രദ്ധിക്കണം. The presence, the very presence of Christ is very much over here, so that your all the lost hopes can be retrieved. നഷ്ടപ്പെട്ട മുഴുവൻ പ്രതീക്ഷകളെ മടക്കി തരാം. സ്തോത്രം. നിന്റെ മടിക്കുത്തിൽ മടക്കി തരാം. സ്തോത്രം. Where did you lose your hope? നിനക്ക് എവിടെ നഷ്ടപ്പെട്ടോ ആ സ്ഥലത്തേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവന്ന് പുനരുത്ഥാനത്തിന്റെ ശക്തി പകർന്ന് ജീവിതത്തിന്റെ പുതിയ ഉദയങ്ങളിലേക്ക് നടത്താൻ ദൈവം വിശ്വസ്തൻ. അവർ ക്രിസ്തുവിനോട് ചേർന്നുള്ള യാത്ര പ്രധാനപ്പെട്ട വിഷയം ലൂക്കോസ് 24 മുഴുവൻ വായിക്കണം. ഇപ്പൊ വായിക്കട്ടെ. Cleopas and his wife Mary, they ended their journey with Christ in the city of Jerusalem, and they now proceeding to Emmaus. The meaning of Emmaus, hot springs, ചൂടുള്ള നീരുറവെന്നാണ്. ദൂരം പറഞ്ഞ് നേരെ പറഞ്ഞ 13 കിലോ 12.87 കിലോ 13 കിലോമീറ്റർ. അറിയാമല്ലോ ടെസ്റ്റ് അറിയാമല്ലോ പോസ്റ്റർസ്. When you come to the close of the chapter 24, having seen that the presence of Jesus is given, അപ്പം നോക്കി അറിയാറില്ല നോട്ട് സ്റ്റേബിൾ. അപ്പം നോക്കി അവിടെ കണ്ണ് തുറന്നൊക്കെ നമുക്ക് വായിക്കാൻ സമയമില്ല. അവിടെ പറയുന്നു ഡോക്ടർ ലൂക്ക് സേസ് on the same night
they returned to Jerusalem. 13 കിലോമീറ്റർ നടക്കാൻ മിനിമം 2.5 മണിക്കൂർ. കയറ്റം ഇറക്കമാണ്, ഹൈറ്റ് ആൻഡ് ഡെപ്ത് ആണ്. മിനിമം 2.5 മണി. അവർ എമോഷന്റെ ഗേറ്റ് വന്നപ്പോൾ 6 മണി നടന്ന് തിയോളജി പറയും. അപ്പോൾ എത്ര മണിക്ക് തുടങ്ങിക്കാണ്? ഒരു 3:30, 4:30, 5:30, 3:30 തുടങ്ങി നടപ്പാവണേ. വന്നപ്പോൾ 6 PM. തിയോളജി വീട്ടിൽ 1 മണിക്കൂർ. അതിന് ഡൈനിങ്, അപ്പം നോക്കല്, സംസാരമൊക്കെ ഉണ്ട്, ഡിസ്കഷൻ ആൻഡ് ഡിസ്കോഴ്സ്. 6 തൊട്ട് 7 മണി ആയപ്പോൾ അവർക്ക് കണ്ടു തോന്നും. അപ്പൊ കാണപ്പെടും the same night. Having the eyes got open, they cannot remain. മുനെ കണ്ണ് തുറന്നാൽ നീ പിന്നെ നിൽക്കത്തില്ല. നിൽക്കുന്നതിന് കണ്ണ് തുറക്കുന്നതാണ് വിഷയം. ആത്മാവ് നമ്മുടെ കണ്ണ് തുറന്നാൽ, സ്തോത്രം, നിയോഗത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടാൽ, you can never stay back in the place of comfort zone. For the disciples, Emmaus is a safe zone because that is a native city. That is a place where they were born and brought up. അവിടെയാണ് കരം കൊടുക്കുന്ന, ടൈസ് കൊടുക്കുന്ന, അവിടുത്തെ റേഷൻ കിടന്ന അരിമേടിക്കുമ്പോൾ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ, യേശു ഉയർത്തിയ സത്യം മനസ്സിലാക്കിയാൽ, the very next moment you will have a return journey. ഇന്ന് പലക്കാല സമയമാണ് പരിശുദ്ധാത്മ പറയുന്നു, ഒരു മടക്കയാത്രയ്ക്ക് വേണ്ടി ഈ യാത്രയുടെ അവസാനിപ്പിച്ച്, ഈ വിശ്വാസം എനിക്ക് വേണ്ട, ഈ ക്രിസ്തുവിനെ എനിക്ക് വേണ്ട, ഈ സഭ വേണ്ട, കൂട്ടാൻ വേണ്ട, അവിടേക്ക് നിന്നെ മടക്കി അയക്കും. Praise Jesus. Not to the place where you want to reach, but to the place where He wants you to reach. Can you follow me? നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തല്ല, നീ കാണുന്ന ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലം. ഈ 2025 ഉപവാസം ഒരു ആകസ്മിക സംഭവമല്ല, ഇതൊരു ചടങ്ങ് ഉപവാസമല്ല. ഈ സഭയോട് പരിശുദ്ധാത്മ ദൂരെ മാറുകയാണ്. സ്ഥാനം നഷ്ടപ്പെട്ടവർ, ശുശ്രൂഷ നഷ്ടപ്പെട്ടവർ, ദൈവത്തിന്റെ പദ്ധതി മാറിപ്പോയവർ, പരിശുദ്ധാത്മ പറയുന്നു, God has given a golden opportunity so that you can come back to the Christian where God wants you to see. എനിക്ക് വഴി ഇഷ്ടപ്പെട്ടു, എനിക്ക് ജീവിതം ഇഷ്ടപ്പെട്ടു, എനിക്ക് ശുശ്രൂഷ ഇഷ്ടപ്പെട്ടു, ഞാൻ കാണുമെന്ന് നീ ആഗ്രഹിക്കുന്ന സ്ഥലം. ഞാൻ ദിവസം ഒരാഴ്ച വേണ്ടി ടെസ്റ്റ് കൃത്യമായിട്ട് വ്യാഖ്യാനം, ഒരു വാക്ക് അങ്ങനെ പോകത്തുള്ളൂ. മുഴുവൻ അപ്പിയർസ് പഠിച്ചു പോയി. Jesus appeared to the disciples. Where they miserably failed. നമ്മുടെ മഴ തോറ്റു തൊപ്പിയിട്ട സ്ഥലം. യോഹന്നാൻ 20 വായിച്ചാൽ വായിക്കുന്നു. മോനെ 7 ശിഷ്യന്മാർ തോറ്റു തൊപ്പിയിട്ട സ്ഥലമാണ്. Lord, we had been trying for the last 12 years, but we couldn't catch a single fish. യഹൂദന്മാരുടെ മീൻപിടുത്തം 6 PM to 6 AM. എല്ലാം മീൻപിടുത്തം 12 മണിക്ക്. ഇടയ്ക്ക് റെസ്റ്റൊക്കെ എടുക്കുവാൻ. പക്ഷെ ആഴക്കടലിൽ പോയ റെസ്റ്റ് എടുക്കാറുണ്ട്. ശക്തമായ തിരമാലയാണ്. They have to resist the temptation. Tempest. പത്രോസിനെ 21 വർഷമാണ് ഈ കടൽ മീൻ പിടിച്ചു വരെ. Peter has proved his expertise in fishing for the last 21 years. And James and John അവരുടെ 13 വർഷമാണ് തിയോളജി. 13 വർഷം, 14 വർഷം, 21 വർഷം. 7 പേര് വായിക്കാൻ 2 പേരുടെ പേരില്ല, ബാക്കി 5 പേരുടെ പേര്. ഇവരൊക്കെ കടലിൽ മീൻ പിടിച്ച് വിജയിച്ചതിന്റെ 21 വർഷങ്ങളുടെ ചരിത്രം. But John the writer says, ഈ എഴുതുന്ന ആളതിനകത്തുണ്ട്. 7 ഒരു വ്യക്തി യോഹന്നാൻ വലിയ വിഷയങ്ങളാണ്. അവൻ പറഞ്ഞു, we couldn't succeed. By using all the tactics and strategies, we could not catch even a single fish. ഇന്ന് പകൽക്കാലം സഭയോട് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ പരാജയപ്പെട്ട പ്രയത്നങ്ങളുടെ മുനമ്പിൽ, the most Damocles point of your defeated efforts, God can make a victory. മെഡിറ്ററേനിയനിലേക്ക് പോയില്ല മോനെ, റഷ്യയിലേക്ക് പോയില്ല. They became successful in the same place they were defeated. വളരെ വിഷയമത്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുള്ളൂ. അവര് കടല് മാറിയില്ല, അവരുടെ വഞ്ചി മാറിയില്ല, വല മാറിയില്ല, സമയം മാറിയില്ല. The same place they were defeated miserably, the same place becomes the venue of success.
ഇന്ന് വിശ്വസിച്ചു. നിന്റെ പരാജയങ്ങളെ വിജയമാക്കി മാറ്റാൻ, നിന്റെ നഷ്ടങ്ങളെ നേട്ടമാക്കി മാറ്റാൻ, നിന്റെ മടങ്ങിയതിനു വേണ്ടി ഒരു വേദി ഒരുക്കാൻ ദൈവത്തിന് സമയം പ്രശ്നമല്ല, ദൈവത്തിന് സ്ഥലം പ്രശ്നമല്ല, ദൈവത്തിനൊന്നും പ്രശ്നമല്ല. സമയത്തിന് സ്പീഡ് ഉണ്ടായില്ലേ? ഭയങ്കര സ്പീഡ്. കുഴപ്പമില്ല, ആത്മാവിനെ നീ മുന്നോട്ട് പോകണം. ടെസ്റ്റ് തീരത്തിന് എനിക്കറിയാം. 3-4 ദിവസം കൊണ്ട് ഒരു ടെസ്റ്റ് തീർത്തു. വായിച്ചേ. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായി ദിദിമോസ് എന്ന തോമസ് അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. But Jesus came. എന്നാൽ യേശു വന്നു. സകല എന്നാലുകളെ മതി. എന്നാൽ പ്രൊപ്പോസിഷൻ. Although, even though, എന്നാൽ, but എല്ലാം കൺജക്ഷൻസ്, ഇന്റർജക്ഷൻസ് ആണ്, ജോയിനിങ് വേർഡ്സ്. If clause, എന്നാൽ യേശു വന്നപ്പോൾ അതിനർത്ഥം യേശു വരത്തില്ല എന്നുള്ള ചിന്തകളുടെ മധ്യത്തിൽ യേശു ക്രിസ്തു വന്നു. എബെനേസർ സഭയോട് പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിന്റെ പ്രവൃത്തി പോലും നഷ്ടപ്പെടുന്നു സംശയിക്കുന്ന God has got a work. ഇനി എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് സാധിക്കുമോ? എനിക്കിനി ഒരു ഉദയം സാധ്യമാണോ? എനിക്കൊരു നല്ല നാളെയുണ്ടോ? എനിക്കിനി ഒരു ശുശ്രൂഷയുണ്ടോ? എന്റെ തലമുറയ്ക്ക് നന്മയുണ്ടോ എന്ന് നീ ഭാരപ്പെടുന്ന മണ്ഡലങ്ങളിൽ the very presence of Jesus assures that God can rebuild you. നിന്നെ പുനർപണിയാൻ സ്തോത്രം. ലേക്ക് എത്തിക്കാൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെ യേശു വന്നപ്പോൾ, യേശു വന്ന മുഴുവൻ സന്ദർഭങ്ങളും യേശു വരുമെന്ന് പ്രതീക്ഷയില്ലാത്ത സന്ദർഭങ്ങൾ. വ്യാഖ്യാനിക്കാൻ സമയം. രണ്ടാമത്, അപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നു. When Jesus came on a particular moment, on a particular day, Thomas was absent. രണ്ടാമത്തെ വിഷയം, why was Thomas absent? ബാക്ക് പെയിൻ ആയിട്ട് കിടക്കുമായിരുന്നു, നടുവേനായിട്ട് കിടക്കുമായിരുന്നു, ഡിസ്കിന്റെ പ്രോബ്ലംസ് ആയിരുന്നു തോമസ്. അതിന് പറഞ്ഞ ഫെലോഷിപ്പ് മീറ്റിംഗ് അത് ബാസിലും വളരെ പിന്മാറ്റക്കാരുടെ കൂട്ടായ്മ അസോസിയേറ്റ്. ആരുടെ കൂട്ടായ്മയാണ്? ബാക്സ്ലൈഡേഴ്സ്, വിഡ്രോവേഴ്സ്. 10 പിന്മാറ്റക്കാർ ഒന്നിച്ചല്ലേ തീ കാഞ്ഞുകൊണ്ടിരിക്കുക, ഭൂമിനൊക്കെ ചൂടാക്കാൻ സംവിധാനം കാണും. അവരുടെ മധ്യത്തിലേക്ക് യേശു വരിക. വളരെ കൃത്യം. അതിനകത്ത് 10 പേര് വരുന്ന യോഹന്നാൻ പറയും, തോമസ് വാസ് absent. നടുവേനയും പല്ലുവേനയും ഒന്നുമല്ല, വണ്ടി മിസ്സായതല്ല. It is a purposive absence. രണ്ടാമത്തെ വിശ്വസം വ്യാഖ്യാനിക്കാൻ സമയത്ത് ഫാസ്റ്റായിട്ട് പോവുകയാണ്. തോമസ് ആബ്സെന്റ് ആയ കാരണം the events that happened in the city of Jerusalem. What are the events that happened? The arrest of Jesus, the sentences of Jesus, the crucifixion of Jesus, the burial of Jesus. അതാണ് ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം, ക്രിസ്തുവിജ്ഞാനം. യേശുവിന്റെ അറസ്റ്റ്, യേശുവിന്റെ വിസ്താരം, യേശുവിന്റെ ക്രൂശുമരണം, യേശുവിന്റെ 4 പ്രധാനമാണ്. അതായത് പാസ്റ്റ് ടെൻസ്, ഇന്നലകളിൽ സംഭവിച്ചത്. ശ്രദ്ധിക്കണം, ഇന്നലകളിൽ സംഭവിച്ചതായ പ്രതിസന്ധിയുടെ ആഴങ്ങൾ, യേശുവിന് സംഭവിച്ച ദുര്യോഗത്തെ പറ്റിയുള്ള ഓർമ്മകൾ, ഇന്നലകളിലെ തകർച്ചകളുടെ അനുഭവങ്ങൾ. അതുകൊണ്ടാണ് മീൻ പിടിക്കാൻ പോയത്. കാരണം ഇന്നലെ വിശന്നപ്പോൾ അപ്പം പ്രാർത്ഥിക്കാൻ യേശു ഉണ്ടായിരുന്നു, പനി വന്നപ്പോൾ നെറ്റിൽ കവിച്ച് പ്രാർത്ഥിക്കാൻ യേശു ഉണ്ടായിരുന്നു, കണ്ണീര് വന്നപ്പോൾ കണ്ണീരൊപ്പം യേശുവിന്റെ കരങ്ങളുണ്ടായിരുന്നു. The one who was present yesterday is not present today. The very feeling of the absence of Jesus has tended them to proceed towards the place where they made their advancement of descent. തിബിരിയാസ് കടലിന് 2 എസിസ്റ്റ് എന്ന് പറയും. ഇത് 42 months back. ഇതിന് 42 മാസം. ഇതേ പത്രോസ്, ഇതേ അന്ത്രയോസ്, ഇതേ യാക്കോബ്, ഫിഷിംഗ്. ഓർമ്മയില്ലേ? പറന്നാക്കൾ മീൻ പിടിച്ചു വായിച്ചു നോക്കിയാൽ മതി. ഫസ്റ്റ് ചാപ്റ്റർ. കടൽ തീരം മാറിയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇതേ കടൽ തീരത്ത് 3.5 വർഷമായി മീൻ പിടി. ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ. അതുവരെ അവർക്ക് ലാഭമായിരുന്ന, അവർക്ക് നേട്ടമായിരുന്ന വലയും വള്ളവും മീനും അതിന്റെ പ്രോഫിറ്റും മുഴുവൻ വിട്ട് they simply left everything that was beneficial for them and they blindly followed Jesus. പക്ഷേ 2 പ്രധാനപ്പെട്ട വ്യവസ്ഥ മാറ്റി. 2 പ്രധാനപ്പെട്ട. ഒന്നെന്താണ്? Tiberias has got 2 phases. One, it is a phase of advancement. അത് മുന്നേറ്റത്തിന്റെ തീരമാണ്.
തങ്ങൾക്ക് ലാഭമായ മുഴുവനെ വിട്ട് യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച തീരത്തിന്റെ പേര് പറഞ്ഞു ബ്രദറെ, Tiberias. The same shore has become the shore of retreat, withdrawal. മനസ്സിലാകുന്നു? ഏത് തീരത്ത് സുവിശേഷത്തിന് മുന്നേറ്റം നടത്തിയോ അതേ തീരത്ത് സുവിശേഷ ശിഷ്യത്വത്തിന്റെ പിന്മാറ്റം സംഭവിക്കുന്നു. 2025 ഉത്തരാർത്ഥത്തിൽ സഭയോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. 2024 വാസ്തവ സർവീസ് ഉണ്ടായിരുന്നു. ആരാ വന്നതിനെതിരെ ആരെങ്കിലും അഭിഷിക്തന്മാർ വന്ന് കാണും. അന്ന് പ്രഖ്യാപിക്കപ്പെട്ട വചനമുണ്ട്, സ്തോത്രം. അന്നെടുത്ത തീരുമാനമുണ്ട്. ഇൻ കമ്പാരിസൺ ദ ഡിസിഷൻസ് ദാറ്റ് ആർ ടേക്കൻ ഡ്യൂറിംഗ് ദ ലാസ്റ്റ് വീക്സ് ഓഫ് 2024. ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ തീരുമാനമെടുക്കുന്ന ദിവസം പറഞ്ഞു, ഏറ്റവും കൂടുതൽ തീരുമാനം താഴ്ന്ന ദിവസം പറഞ്ഞു. അന്ന് പള്ളിയിൽ വീട്ടിൽ പോകാം. അത് 1 മണി, നിങ്ങളുടെ ഡിസ്റ്റൻസ് അനുസരിച്ച് 1 മണിക്ക് അയ്യപ്രാണി 1 മണിക്ക് 1:30 മണിക്ക് അല്ല, ആ പള്ളിയിൽ അത്രയും. ഏറ്റവും കൂടുതൽ തീരുമാനം എടുക്കുന്നത് 31st ആണ്. അന്ന് തന്നെ എനിക്കറിയുന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസം. ഇന്ന് പകൽക്കാലം ഒരു ചോദ്യം, where do you stand? നീ മുന്നേറ്റത്തിന്റെ തീരത്തിലാണോ പിന്മാറ്റത്തിന്റെ തീരത്തിലാണോ? Shore remains the same, characters remains the same, situation remains the same. The change that happens in the context. കർത്താവേ, ഈ വർഷത്തിന്റെ തുടക്കത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം സൂക്ഷിക്കാൻ സാധിക്കുന്നില്ല. വർഷം തുടങ്ങുമ്പോൾ വചനത്തോട് പ്രതിബദ്ധത. Now we lost the allegiance to scripture. സഭയോട് അഭിഷേകത്തിനോട് ദൈവിക ശുശ്രൂഷയോടുള്ള ഒരു പ്രതിബദ്ധത നഷ്ടപ്പെട്ടെങ്കിൽ, ഒരു കൺവിക്ഷൻ ഓഫ് സിൻ നഷ്ടപ്പെട്ടെങ്കിൽ, പാപത്തെ പറ്റിയുള്ള ബോധ്യം നഷ്ടപ്പെട്ടെങ്കിൽ, ആത്മാവിനുള്ള കൊതി നഷ്ടപ്പെട്ടെങ്കിൽ, കൃപാവരങ്ങൾക്കുള്ള വാഞ്ച നഷ്ടപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, God is more than willing to bring you back to the place where you lost it. നിനക്ക് എന്തെല്ലാം ബലപ്പെട്ടോ നഷ്ടപ്പെട്ടോ അതേ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവരും. എവിടെ നഷ്ടപ്പെട്ടോ അവിടേക്ക്, എന്ത് അതിലേക്ക്. Because Joel the prophet says he is going to return. വെട്ടുക്കിളിയും തുള്ളനും പോർപ്രാണാല് വിട്ടിലും പച്ചപ്പുഴും. പ്രസംഗ വിഷയം ഒരു പോയിന്റ് പറയും. ഇത് 4 കൂടെ ഒരു ഫാമിൽ ഇറങ്ങിയ സ്തോത്രം സമയം. ഒന്ന് വെട്ടുകിളി അറിയാൻ സംഭവം ഇലയൊക്കെ ഗ്രാസ് ഓപ്പർ അറിയാമല്ലോ, വിട്ടില്. 4 കൂടെ ഒരു ഫാമിൽ ഇറങ്ങിയ തിയോളജി ബൊട്ടാണിക്കൽ സയന്റിസ്റ്റ് പറയുന്നു ആ ചെടിയുടെ റൂട്ട് സിസ്റ്റം ഒരു തിന്നു. Not the flowers, not the branches, not even the stem. Even the root system will be eaten up by all these 4 characters. തമാശ. ഇത് 4 കൂടെ അനുസരിക്കണം. ടോട്ടൽ അനിഹിലേഷൻ ആണ്, ടോട്ടൽ എക്സ്റ്റർമിനേഷൻ. റൂട്ട് സിസ്റ്റത്തിന് റൂട്ട് ഉണ്ടെങ്കിൽ പിന്നെ വളരാൻ സാധ്യതയുണ്ട്. മഴ വീണാൽ there is possibility to grow. Once the root system is eaten off, there is no prospect. വിഷയം മനസ്സിലാവുന്നു? യോബിന് പറഞ്ഞു, വേരുവളത്തെ പോലും തിന്നുകളഞ്ഞാലും I am going to repay the years that are lost. നഷ്ടപ്പെട്ട വർഷങ്ങൾ, നഷ്ടപ്പെട്ട അവസരങ്ങൾ, നഷ്ടപ്പെട്ട സാധ്യതകൾ, നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട വിശുദ്ധി, നഷ്ടപ്പെട്ട ആത്മാക്കൾ നിങ്ങൾ പകർത്താൻ കമ്പ്യൂട്ടർ ഫാക്ഷൻ റിട്രൈവൽ എനിക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു, എനിക്ക് വിശുദ്ധി നഷ്ടപ്പെട്ടു, ദൈവസഭയോടുള്ള അപ്രമാണിതമായ സഹനം നഷ്ടപ്പെട്ടു, എക്സ്പെക്ടന്റ് ഫെയ്ത്ത് നഷ്ടപ്പെട്ടു. കർത്താവേ, ഐ കം ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. Can you follow me? ഇന്ന് പകൽക്കാലം specify the lost things and you simply pray, blindly pray, Lord, I want to be restored. Lord, I want to be restituted. I want to be reinstated. എനിക്ക് സ്നേഹം നഷ്ടപ്പെട്ടു, എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു, എനിക്ക് സഹനം നഷ്ടപ്പെട്ടു, എനിക്ക് long lasting forgiveness നഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലം നഷ്ടങ്ങൾ നികത്തുന്നു. The one who restitutes what is being lost.
He restores what is being lost. എന്തൊക്കെ ആത്മാക്കളെ നഷ്ടപ്പെട്ടെങ്കിൽ, സ്നേഹബന്ധം നഷ്ടപ്പെട്ടെങ്കിൽ, ബാങ്ക് ബാലൻസ് നഷ്ടപ്പെട്ടെങ്കിൽ, നിനക്ക് ലഭിക്കേണ്ട ഏതുകളൊക്കെ നന്മ അവസാനിക്കാൻ പോവുകയാണ്. സ്തോത്രം. ബാക്കി നാളെ തോന്നണം. സ്തോത്രം. നമുക്ക് അർഹമായി ലഭിക്കേണ്ട, ലെജിറ്റിമേറ്റ് ആയിട്ട് ലഭിക്കേണ്ട ഏതെങ്കിലുമൊക്കെ നന്മ അത് കവർന്നെടുത്തോണ്ട് പേര് പറഞ്ഞു. പഴയ മെമ്പറൊന്നുമല്ല, അപ്പുറത്തെ കൂട്ടായ്മക്കാരനല്ല. അവന്റെ പേരാണ് Satan. His name is not. He is the most non-deceiver and accuser. അവൻ വഞ്ചകനാണ്, അവൻ ആരോപകനാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം.